PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മൾ PSC അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് PSC അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PSC സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അപ്പോൾ അറിയാൻ സാധിക്കും കേട്ടോ. നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, എക്സാം ഡേറ്റ് ആയിക്കോട്ടെ, കൺഫർമേഷൻ ഡേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഏതൊരു കാര്യങ്ങളും A to Z കാര്യങ്ങൾ PSC സംബന്ധമായിട്ടുള്ള ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ 10th പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ കയറി ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതുകൂടാതെ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. 10th പ്രിലിംസ്, KTET, LGS, LP UP മിഷൻ 2026-27 അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ്സ് നോക്കാം. ഒരു വിജ്ഞാപനമാണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനമാണ്. ഗുരുവായൂർ ദേവസ്വം കവാട് ഗോകുലത്തിൽ ഒഴിവിലുള്ള 4 പശുപാലകൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 6/11/2024 രാവിലെ 10 മണിക്ക് ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് വോക്ക് ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. 1/1/2024 20-നും 36-നും മധ്യ പ്രായമുള്ളവരായിരിക്കണം. സംവരണ വിഭാഗത്തിൽ നിയമാനുസൃതം വയസ്സിളവ് ഉണ്ടായിരിക്കും. യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എക്സ്പീരിയൻസ് ആസ് എ കൗബോയ് ഇൻ ദേവസ്വം ഫോർ 2 years. താല്പര്യമുള്ള ഹിന്ദുക്കളായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ സർട്ടിഫിക്കറ്റ് രേഖകൾ, ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ എന്നിവയും പകർപ്പ് സഹിതം ഗുരുവായൂർ ദേവസ്വം ഓഫീസ് രാവിലെ 8:30 മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാകേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു ന്യൂസ്, ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് 598/2023 പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ട്. ഇനി നമ്മുടെ 10th പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റുകളാണ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ 28-ാം തീയതി നടക്കാൻ പോകുന്നത്. ഈ കൃത്യം 28 ദിവസം മാത്രമേ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്കുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് നടക്കാൻ പോകുന്ന ജനുവരി 11-ാം തീയതിയാണ്. 42 ദിവസമാണ് സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പരീക്ഷയ്ക്കത്തിലേക്ക്. തേർഡ് സ്റ്റേജ് ജനുവരി 25-ാം തീയതിയാണ്. 56 ദിവസമാണ് ഇനി ഉള്ളത്. ഫോർത്ത് സ്റ്റേജ് ഫെബ്രുവരി 8-ാം തീയതിയാണ്. 70 ദിവസമാണ് ഉള്ളത്. അപ്പോൾ ഏത് സ്റ്റേജിലാണ് നിങ്ങളുടെ പരീക്ഷ എന്നിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുന്ന മുറയ്ക്കായിരിക്കും നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. എല്ലാ ദിവസവും ടൈം ടേബിൾ അടിസ്ഥാനം നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. 10th പ്രിലിംസിന് വേണ്ടി പഠിക്കാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കിലെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ 10th പ്രിലിംസ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുകൂടാതെ LGSൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. KTET കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിൻ്റെയും KTET കാറ്റഗറി 2 and 3 സൈക്കോളജിയുടെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. അടുത്തത്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എഞ്ചിനീയറെ തേടുന്നു എന്ന് പറഞ്ഞ ന്യൂസാണ് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ബംഗളൂരു കോർപ്പറേഷനിലേക്ക് മറ്റ് പ്രൊജക്റ്റുകളിലേക്കും കരാർ അടിസ്ഥാനത്തിൽ 5 വർഷത്തേക്ക് എഞ്ചിനീയർമാരെ നിയമിക്കുന്നു. 229 ഒഴിവുകളുണ്ട്. ബംഗളൂരു കോംപ്ലക്സ് ഇലക്ട്രോണിക്സ് 48, മെക്കാനിക് 52, കമ്പ്യൂട്ടർ സയൻസ് 75, ഇലക്ട്രോണിക്സ് 2 തുടങ്ങിയ മേഖലയിലേക്കാണ് ആളുകളെ നിയമിക്കുന്നത്. മൊത്തം 229 ഒഴിവുകളാണ് ഉള്ളത്. കരാർ നിയമനം 5 മുതൽ 7 വർഷത്തേക്കാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഡിസംബർ 10 വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അപേക്ഷിക്കുക കേട്ടോ. മറ്റൊരു ന്യൂസ്, കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട PSCക്ക് അപേക്ഷിക്കാൻ വന്നേക്കുന്ന കുറച്ച് പോസ്റ്റുകളാണ്. ഡിസംബർ 4-ാം തീയതിയാണ് അവസാന ഡേറ്റ് കേട്ടോ. ഒന്ന് പ്രീ പ്രൈമറി ടീച്ചറാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 4-ാം തീയതിയാണ്, ഡിസംബർ 4. മറ്റൊരു കാറ്റഗറി 384/2023 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ് കേട്ടോ. 4 ഡിസ്ട്രിക്റ്റിലേക്കാണ് വന്നേക്കുന്നത്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 4-ആണ്. മറ്റൊന്ന് വർക്ക് സൂപ്രണ്ടൻ്റ് ആണ്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. കോഴിക്കോട് ജില്ലയിലേക്കാണ് വന്നേക്കുന്നത്. 4 ഡിസംബറാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. മറ്റൊന്ന് 386/2024 മെട്രൺ ഗ്രേഡ് 1 ആണ്. സോഷ്യൽ ജസ്റ്റിസ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലേക്കാണ്. മലപ്പുറം കാസർഗോഡ് ജില്ലയിലേക്കാണ് ഇത് വന്നേക്കുന്നത്. അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 4-ാം തീയതിയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഡിസംബർ 4-ന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ മറക്കല്ലേ. ഇനി
കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിങ്ങിൽ എടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2024 ഡിസംബർ 25 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ്. 40 കാറ്റഗറിയിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ, അതുപോലെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ വീണ്ടും ഒഴിവ് സീനിയർ മാനേജർ പോസ്റ്റുണ്ട്. ഭൂജല വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ, ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോഫിസിസ്റ്റ്, പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കം ഡ്രൈവർ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റന്റ്. ഇത്രയുമാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ വരുന്നത്. ഇനി ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം, വയനാട് കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം, പിന്നെ മലപ്പുറം ജില്ലയിൽ ഹയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, പാലക്കാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ചെക്കർ, അതുപോലെ തന്നെ കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ വകുപ്പുകളിലായ, പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പിൽ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഫിനാൻസ് ആൻഡ് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇത്രയുമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ വരുന്നത്. ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ ഒറ്റ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. കേരള പോലീസ് സർവീസ് വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ആണ് വരുന്നത്. ഇനി NCA റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറി, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ പോലീസ് വകുപ്പിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മെഡിക്കൽ റെക്കോർഡ് ലബോറട്ടറി ഗ്രേഡ് 2, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇത് ഇത്രയാണ് NCA റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ വരുന്നത്. ഈ NCA റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം നോക്കാം. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, ഈഴവ, തീയ, ബില്ല എന്നിവയ്ക്ക് അപേക്ഷിക്കാം. കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, ഈഴവ, തീയ, ബില്ല മുസ്ലിം. ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, ഈഴവ, തീയ, ബില്ല വിശ്വകർമ്മ. കൊല്ലം ജില്ലയിൽ സംസ്ഥാന വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം NCA. പിന്നെ ഇടുക്കി ജില്ല വിദ്യ വകുപ്പുകളിൽ ക്ലർക്ക് തമിഴ് മലയാളം അറിയാവുന്നവർക്ക്. വയനാട് ജില്ല വിവിധ വകുപ്പുകളിൽ ആയ വിശ്വകർമ്മ. ഇത്രയുമാണ് NCA റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിൽ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് NCA റിക്രൂട്ട്മെൻറ്റ് തലത്തിൽ എന്താണ് LP UP ടീച്ചേഴ്സിന് നിരവധി ഒഴിവുകൾ വരുന്നുണ്ട് കേട്ടോ. കൊല്ലം ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയത്തിലേക്ക് ഈഴവ, തീയ, ബില്ല മുസ്ലിമർക്ക് അപേക്ഷിക്കാം. ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയമാണ്. ഈഴവ, തീയ, ബില്ല വിശ്വകർമ്മയാണ്. കൊല്ലം ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ വരുന്നത് തമിഴ് മീഡിയമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ അതും തമിഴ് മീഡിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിരവധി LP UP NCA പോസ്റ്റുകൾ വരുന്നുണ്ട്. യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഹൈസ്കൂൾ ടീച്ചറും 1-2 പോസ്റ്റും ഈ ഒരു ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും റിക്രൂട്ട്മെൻ്റ് ആണ് 2024 നവംബർ 25 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം 40 കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് NCAക്ക് LP സ്കൂൾ അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നൽകുന്നതായിരിക്കും കേട്ടോ. മറക്കണ്ട. അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.